കുണ്ടന്നൂരിലെ കുൽസിത ലേഖള റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ അക്ഷയ് അശോക് PK. എൻ്റെ പൊന്നോ, ഈ മച്ചാനെ സമ്മതിക്കണം. ഇത് കഞ്ചാവ് മൊത്തം കൂട്ടിയിട്ട് പുകച്ച് ഉണ്ടാക്കിയ സിനിമയല്ല, ഇത് സിന്തറ്റിക്കാ. ഇങ്ങനെയുള്ള കാട്ടവരാതം, കൂതറ, കച്ചറ, ശരിക്കും ഈ സിനിമയെ വിശേഷിക്കാൻ പുതിയൊരു വേർഡ് മലയാളത്തിൽ കണ്ടുപിടിക്കേണ്ടതാണ്. ഇത് തിയേറ്ററിൽ പോയി ഇത് സഹിച്ച് കണ്ട പ്രേക്ഷകർക്ക് അവർ സമ്മതിക്കണം. റിയാക്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ തിയേറ്റർ കത്തിച്ചാണ്. മാധുരി തീട്ടപ്പടം. സൈനാപ്ലേയിലാണ് ഈ സിനിമ സ്ട്രീമിംഗ് ചെയ്യുന്നത്. ഈ സിനിമയെ ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാവുന്നത് ഒരു ഷഡ്ഡി സിനിമ എന്നാണ്. ഒരു ഷഡ്ഡിയോളി സംവിധായകനും ഒരു ഷഡ്ഡി സിനിമയും ഒരു കുണ്ടന്നൂരിലെ കുറെ കുണ്ടന്മാരും. ലുക്മാൻ അവറാൻ, വീണ നായർ, ആശാ മഠത്തിൽ ശ്രീകാന്ത് തുടങ്ങിയവരാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ബാക്കിയൊക്കെ ആരോ ഏതൊക്കെയോ എന്തൊക്കെയോ ആൾക്കാർ എന്തൊക്കെയോ ചെയ്യുന്നു. എന്തോ ആർക്കറിയാം, എന്നാ പാടാം. ഷൂട്ട് നടക്കുന്ന വഴിയെ പോയ ലുക്മാനെ പിടിച്ച് ഒരു സീനിൽ അഭിനയിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് പടത്തിന്റെ പേര് ലുക്മാന്റെ പേരിൽ. ലുക്മാൻ പറയുന്ന ആകെ ഒരു ഡയലോഗ്, ഒരു ചായ, ഒരു സിഗരറ്റ്, പിന്നെ അന്തം കുന്തം പോലെ അതിൽ നടക്കും. ഇതിനിടയിൽ ഒരു പാട്ട ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത ആ മഹാൻ ഏതാണെന്ന് കിട്ടിയില്ല. അയാൾക്കും നമോ വാകം. കുണ്ടന്നൂർ എന്ന സാങ്കല്പിക ഗ്രാമത്തിലാണ് ഈ കഥ നടക്കുന്നത്. കുണ്ടന്നൂർ കോഴിക്കോട് കണ്ണൂർ ഭാഗത്തെ ഏതോ ഗ്രാമമാണെന്ന് തോന്നുന്നു. അവിടുത്തെ സ്ലാങ്ങും എന്തായാലും നല്ല ഒരു ഗ്രാമാന്തരീക്ഷവും പുഴയുള്ള ഒരു സ്ഥലമാണ്. സ്ലാങ് കേട്ടിട്ട് കണ്ണൂർ കോഴിക്കോട് ഭാഗത്തെ സ്ലാങ് ആണ്. അവിടത്തെ ഒരു പ്രത്യേകത, സ്ത്രീകളെല്ലാവരും പണിക്ക് പോകുന്ന ഒരു അധ്വാനികളുമാണ്. ഈ ഗ്രാമത്തിലെ പുരുഷന്മാരും ഒരാളൊഴികെ ബാക്കി എല്ലാവരും ഒരു പണിയും എടുക്കാതെ വെറുതെ അതിലെ തേരപ്പാര നടന്ന് എപ്പോഴും കവലയിലും ജംഗ്ഷനിലും ചായയും കുടിച്ച് സിഗരറ്റും വലിച്ച് പീടിയും വലിച്ച് കള്ളും കുടിച്ച് നടക്കുന്ന ആൾക്കാരാണ്. സ്ത്രീകൾ തൊഴിലുറപ്പ് ജോലിക്കാരാണ്. തൊഴിലുറപ്പിന് പോകുന്നത് പണിയെടുക്കാനൊന്നുമല്ല, പരദൂഷണം പറയാനെന്നാണ് ഈ കഥ നമുക്ക് കാണിച്ചത്. സ്ത്രീകളെയൊക്കെ ആദ്യമേ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവരുടെ ഏജ്, അവരുടെ വെയിറ്റ്, അവരുടെ നാവിന്റെ നീളം, പിന്നെ അവരുടെ ഇത്ര പെർസെന്റ് അവർ കള്ളത്തരം പറയുന്നു എന്നെല്ലാം എഴുതി കാണിക്കുന്നത്. അങ്ങനെ ഒരു 10-20 സ്ത്രീകളെ ആദ്യമേ ഫോട്ടോയൊക്കെ വെച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാണാവോ? ഈ ഗ്രാമത്തിൽ മാത്രം തൊഴിലുറപ്പ് ഒരു വാർഡിൽ 2 ഗ്രൂപ്പാണ്. ഒന്ന് നന്മ, ഒന്ന് ശാന്തം എന്നീ പറയുന്ന 2 തൊഴിലുറപ്പ് ഗ്രൂപ്പുകളാണ്. ഇവർ രണ്ടുപേരും ബദ്ധശത്രുക്കളാണ്. ഇവരുടെ മെയിൻ പരിപാടി പരസ്പരം പരദൂഷണം പറയുക. നാട്ടിൽ ഉള്ള എല്ലാ ആൾക്കാരും, ഈ ഗ്രാമത്തിലെ എല്ലാ ആൾക്കാരും, അപാലവൃത്തം ജനങ്ങളും പരദൂഷണം വരെ പ്രോത്സാഹിപ്പിക്കുന്നവരും അതിന്റെ ഫോണിലൂടെയും വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും കൂടുതൽ ആൾക്കാരിൽ എത്തിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുമാണ്. അങ്ങനെയുള്ള ഒരു മനോഹരമായ സാധാരണ കുടുംബശ്രീകളൊക്കെയാണ് 2 ഗ്രൂപ്പുകളായിട്ട് 2-3 ഗ്രൂപ്പുകൾ ഒരു വാർഡിലും പഞ്ചായത്തിലും ഒക്കെ കാണുന്നത്. പക്ഷെ ഈ സിനിമയിൽ മൊത്തം തൊഴിലുറപ്പുകാർ പല ഗ്രൂപ്പുകളാണ്. അവർക്ക് പല പല പേരുകളും. ആദ്യ പകുതിയിൽ ജോർജ്, സജീവ് എന്ന് പറയുന്ന 2 കൂട്ടുകാരുടെ സംവിധായകനൊക്കെ എപ്പോഴും ഈ ഭൂമിയിൽ ഇറങ്ങി ചവിട്ടി നടക്കണം. കോമഡി രംഗങ്ങളാണ്. നാലേക്കറ ഈ കോമഡി രംഗങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമുക്ക് ആസ്വദിക്കണമെങ്കിൽ നമ്മളും എന്തെങ്കിലും സിന്തറ്റിക് അടിച്ചേ പറ്റൂ. അല്ലെങ്കിൽ അവിടെ ഇരുന്ന് പുഴുത്ത് വെണ്ണീറായി. സിനിമയിൽ അവിടെ എവിടെയായി എപ്പോഴും കുറെ കഞ്ചാവ് വലിച്ച് നടക്കുന്ന സീനുണ്ട്. എന്തിനാണാവോ കുറെ ചെറുപ്പക്കാരെ കഞ്ചാവ് വലിപ്പിച്ച് ഉമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും മുടി നീട്ടുന്നവരെല്ലാം കഞ്ചാവ് വലിക്കുന്നവരാണെന്നുള്ള ഒരു ആഖ്യാനം നമ്മുടെ ഈ സംവിധായകൻ തന്നെ കൊടുക്കും. ഒരു കാര്യവും ഇത്ര കുറച്ച് പേര് എന്തിനോ വേണ്ടി കഞ്ചാവ് ഉപയോഗിക്കുന്നവരും കഞ്ചാവിന്റെ ഒരു കാര്യവുമില്ലാതെ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടു. ആ ഗ്രാമത്തിലെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ ആണ് അവിടുത്തെ ഒരു ആർട്സ് ക്ലബിന്റെ വാർഷിക സമ്മേളനം. അതിനോടനുബന്ധിച്ച് ഇതിലെ ഒരു ഗ്രൂപ്പ് കുടുംബശ്രീക്കാരുടെ കൈകെട്ടിക്കുളിയോ തിരുവാതിരയോ എന്തോ പറയുന്ന ഒരു പ്രോഗ്രാം സ്റ്റേജിൽ നടക്കുന്നു. പിന്നെ അത് ആസ്വദിച്ച് നിൽക്കുന്ന നാട്ടുകാരും ഒക്കെയുള്ള ഒരു സീൻ. പാട്ടൊക്കെ ഉണ്ട്, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. ഈ സമയം തന്നെ ഇവർ എതിർ ഗ്രൂപ്പ് അവര് ഭീകര പണിയില്ല തൊഴിലുറപ്പിൽ. പഴയ ഗ്രൂപ്പ് പണിന്ത തൊഴിലുറപ്പിന്റെ അവിടെ തന്നെ പിറ്റേ ദിവസം തൊഴിലുറപ്പിന് പോകുന്ന നമ്മുടെ എതിരിൽ ഗ്രൂപ്പ് അവിടെ വെച്ച് അവർക്ക് ഒരു മൊബൈൽ ഫോൺ കിട്ടുന്നു. അതിലൊരു എതിരാളികളെയാണ് മനസ്സിലാകുന്ന ഫോൺ കഴിയുമ്പോൾ വാട്സപ്പ് നോക്കും, പരദൂഷണം പറയുന്നു, ഇവരെ കുറിച്ചുള്ള പരദൂഷണങ്ങളാവുന്നു. അതിന് പ്രതികാരം ചെയ്യാൻ ഇവരെല്ലാരും കൂടെ ആർട്സ് ക്ലബിന്റെ പ്രോഗ്രാം നടക്കുന്ന പ്രോഗ്രാം വേദിയിൽ ചെന്ന് അവിടെ പൊരിഞ്ഞടി, വീണാനായരുടെയൊക്കെ ഇടി, അമ്മോ എന്നാ ഇടി, അമ്മാതിരി. ആദ്യമായിട്ടാ ഒരു കൂട്ടത്തിൽ പെണ്ണുങ്ങളുടെ മലയാള സിനിമയിൽ. അങ്ങനെ പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. ഇങ്ങനെ അങ്ങ് പോകുന്ന ബോറടിപ്പിച്ച് മനുഷ്യനെ പ്രാന്ത് പിടിപ്പിച്ച് പോകുന്ന സിനിമ. അതിനിടയ്ക്ക് ഗ്രാമത്തിൽ നിന്ന് ജട്ടികൾ കാണാതാവും. എല്ലാ മനുഷ്യരുടെയും ജട്ടി ഷഡ്ഡി ആരോ മൂട്ടിച്ച് കത്തിക്കുന്നു. അത് ദേഹം മൊത്തം ഫ്ലൂറസെന്റോ അതോ സീരിയൽ ബൾബൊക്കെ ഇട്ട് 2 മനുഷ്യർ കത്തിക്കുന്നു. അവർ ആനന്ദിക്കുന്നു. അങ്ങനെയോട് ഒരു ഇന്റർവൽ. ആകെ 3-4 സീനുകളിൽ സെയിം ഡയലോഗ്. ലുക്മാൻ വന്ന് ഒരു ബീഡി വലിക്കുന്നു, ഒരു സിഗരറ്റ് ചോദിക്കുന്നു, ഒരു ചായ കുടിക്കുന്നു. പിന്നെ ആ പാട്ടയടി, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മസിലും പിടിച്ച് നടക്കുന്ന ലുക്മാൻ.
എന്തിനോ ഏതിനോ വേണ്ടി. ആകെ ലുക്മാന്റെ ഈ സിനിമയിലെ പ്രസൻസ് ഇവിടെ മാത്രമാണ്. എന്തിനാണോ ആർക്കു വേണ്ടിയാണോ ഇത് ചെയ്തതെന്ന് എനിക്കറിയാം. സിനിമയുടെ രണ്ടാം ഭാഗം ഇരട്ടിക്കള്ളന്മാരെ പിടിക്കുവാൻ വേണ്ടിയുള്ള ആ ഗ്രാമത്തിലെ ഏറ്റവും പണക്കാരൻ റിവാർഡ് പ്രഖ്യാപിക്കുന്നു, പഞ്ചായത്ത് മെമ്പർ ആളെ കൂട്ടുന്നു, എല്ലാവർക്കും ചട്ടി മേടിച്ചു കൊടുക്കുന്നു, വൈകിട്ട് കള്ളനെ പിടിക്കാനുള്ള അവിടെ ഓരോ പരിപാടി, അതിനുള്ള കോമഡി തന്ത്രപ്പാട് എന്തൊക്കെയോ ഇങ്ങനെ അങ്ങ് പോകുന്ന സിനിമ. അവസാനം ചട്ടി മോട്ടാക്കൾ രണ്ടുപേരെ പിടിക്കുന്നു, അവരുടെ ഏതാണ്ട് കഥ പറയുന്നു, പിന്നെ വേറെ എന്തൊക്കെയോ നടക്കുന്നു. ആകെ മൊത്തം പറഞ്ഞാൽ ഈ സിനിമ ഒരു ജട്ടിയോളി സിനിമയാണ്. ഇങ്ങനെയൊക്കെയുള്ള സിനിമ പടച്ചു വിട്ട് അത് നമ്മളെ സമയം കൊണ്ട് ആൾക്കാരുടെ വെറുതെ സമയനഷ്ടം നടത്തി ഈ സിനിമ കാണുക എന്നുള്ളത് പറഞ്ഞാൽ ഭഗീരഥ യത്നമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെ കുൽസിതങ്ങൾ തീർന്നു കഴിയുമ്പോൾ വലിയൊരു ആശ്വാസമാണ്. കാരണം ഇത് മൊത്തം കണ്ടു കഴിയുമ്പോൾ നമ്മൾ ആകെ അറ്റുപോകും. അങ്ങനത്തെ ഒരു കാട്ടവതാരം അൾട്രാ പ്രോ ഇതിനപ്പുറം കൊണ്ട് എന്തെങ്കിലും അപരാധിച്ച പടമാണ് കുണ്ടന്നൂരിലെ കുൽസിതങ്ങൾ.